എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ നല്ലൊരു അടിപൊളി ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത് അല്ലേ? നമുക്ക് പലതരത്തിലുള്ള മെഴുക്കുവരട്ടികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് പല പച്ചക്കറികളും കൊണ്ട് നമ്മൾ പയറ് കൊണ്ടും അതുപോലെ പാവയ്ക്ക വെണ്ടയ്ക്ക അതുകൊണ്ട് എല്ലാം നമ്മൾ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ചിലപ്പോൾ മസാലകളൊക്കെ ചേർത്തുകൊണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും പലരും മെഴുക്കുവരട്ടികൾ വെക്കുന്നത്. ഞങ്ങൾ ഒരു മസാല ഇതിനകത്ത് ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രം ഇട്ടുകൊണ്ടുള്ള സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം ഞങ്ങൾ ഇട്ടുകൊണ്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. കാരണം മല്ലി മുളക് അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് മാത്രമല്ലേ നമ്മൾ അതിനകത്ത് ഇടുന്നുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിവിടെ ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസിന് 3 ഉരുളക്കിഴങ്ങ് ഞങ്ങളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യൂബായിട്ടൊക്കെ മുറിച്ച് നന്നായിട്ട് കഴുകി അത് വെള്ളത്തിലിട്ടേക്കുന്നതാണ്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി അല്ലേ, പിന്നെ ഒരു പച്ചമുളക് 7-8 മതി. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ്. പിന്നെ സവോളയാണ്. സവോള ഒരു നല്ല വലിയൊരു കഷ്ണം സവോള വേണം. അപ്പം ആ സവോള അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കൊത്തിയിരിഞ്ഞ് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവില്ല കിഴങ്ങിന്. അപ്പോൾ ഒരു വലിയ കഷ്ണം സവോള എടുക്കാം. പിന്നെ ഒരു അല്പം ഒരു നല്ലൊരു നിറമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇന്ന് നമ്മളെല്ലാ കറിക്ക് ഇടുന്ന പോലെ ഉപ്പും പിന്നെ വെളിച്ചെണ്ണ, ഇത്രയൊക്കെ സാധനങ്ങൾ മതി. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞങ്ങൾ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കാരണം ഇത് വെള്ളം ചേർക്കരുത് ഈ കറിക്ക്. മെഴുക്കുവരട്ടിക്കാതെ ഒരല്പം വെളിച്ചെണ്ണ കൂടുതൽ വേണം അല്ലേ? വെള്ളം ചേർത്താൽ മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് പോയി. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാണ്ടാണ് ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നല്ല പെട്ടപ്പെട്ടാന്ന് പൊട്ടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇപ്പം ഞങ്ങളൊരു ചെറിയ കഷ്ണം ഇഞ്ചി അവിടെ എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒന്ന് ചതച്ചെടുത്താൽ നല്ലതാണ്. ഇപ്പം ഞങ്ങൾ ചതച്ചൊന്നും എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. മെഴുക്കുവരട്ടിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതാണ്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് അല്ലേ? വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളി മതി. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കൊരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒരു 7 പച്ചമുളക് നമ്മളിവിടെ ഇട്ടിട്ട് നടുവേ കീറിയത് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയ ശേഷം നമുക്ക് സവോളയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ പച്ചമണം ഒന്ന് മാറണോ? ചെറുതായിട്ടൊന്ന് വാടിയിട്ട് നമുക്ക് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവോളയാണ് ഇവിടെ അരിഞ്ഞിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ടല്ലോ. സവോളയിൽ അല്പം ഉപ്പൊക്കെ പിടിക്കേണ്ട. നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് വേഗം വാടി കിട്ടും. ഇവിടെ കഴുകി വാരി വെച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിയുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. അപ്പം നമ്മളിത് നല്ലപോലെ ഒന്ന് തട്ടി പൊത്തിയൊക്കെ വെച്ച് മൂടി വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അതൊക്കെ നമ്മൾ നോക്കണം. ആ സമയത്ത് ഇടയ്ക്കൊക്കെ നമ്മൾ അടി പിടിക്കുന്നുണ്ടെന്നൊക്കെ തുറന്ന് നോക്കണ്ടേ. നമുക്കൊരു അല്പം മഞ്ഞളും കൂടി നമുക്ക് ചേർക്കാം. ഒരു ഇച്ചിരി കളറൊക്കെ കിട്ടണ്ടേ അല്ലേ ഉരുളക്കിഴങ്ങിന്. അപ്പം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മതി. പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അല്ലേ? സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവി കയറിയ ശേഷം നമുക്കിനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് തട്ടിപ്പൊത്തിയൊക്കെ ഒന്ന് വെച്ച് നമുക്കൊന്ന് മൂടി വെച്ച് ആവി കയറ്റിയാലോ? ആവി കയറ്റാം. വലിയ നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നോന്നൊക്കെ നോക്കണ്ടേ. ഉപ്പില്ലെങ്കിലൊക്കെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ചെറിയ തീയിലിട്ട് നമ്മൾ മെഴുക്കുവരട്ടിയാക്കി എടുക്കത്തുള്ളൂ അല്ലേ? അല്പം ഉപ്പ് കൂടെ വേണം. ഉരുളക്കിഴങ്ങെ പിടിച്ച് കഴിയുമ്പോൾ സവോളയിലുണ്ട്, ഉരുളക്കിഴങ്ങിലും കൂടെ പിടിച്ച് കഴിയുമ്പോൾ ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിളക്കാം. ഒന്നോടെ നമുക്ക് തട്ടിപ്പൊത്തി മൂടി വെക്കാം. നമുക്ക് ഒന്നുകൂടി തുറന്ന് നോക്കാം. വെന്തോന്നൊക്കെ നോക്കി നമുക്ക് ഇളക്കിയെടുത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലേ? ഇളക്കി നോക്കട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒത്തിരി വെന്തുടയണ്ട. അങ്ങനെ ഇച്ചിരി ചെറുതായിട്ടൊന്ന് കടിച്ചിരിക്കുന്ന രുചി. ഒത്തിരി വെന്തുടയണ്ട. അപ്പോൾ വെന്തിട്ടുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ്. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ട് വേണം നമ്മളത് ആക്കിയെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊന്ന് പെട്ടെന്ന് സേവിംഗ് ബോളിലേക്ക് നമുക്കൊന്ന് മാറ്റാം.
ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും അതുപോലെ ചോറിനൊക്കെ 2-3 കൂട്ടം കറി ഉണ്ടെങ്കിൽ ഇതൊരു സൈഡ് ഡിഷായിട്ട് ഇതുകൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ വിട്ട് ഒരുപാട് കുഴഞ്ഞു പോകുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നമ്മളത് വേവിച്ച് ആക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇച്ചിരി കുഴയണമെങ്കിൽ ഒന്നുകൂടെ അല്പം കൂടെ മൂടി വെച്ച് അത് തട്ടിപ്പൊത്തിയൊക്കെ എന്നൊക്കെ പറയും നമ്മൾ. അതുപോലെ ഒന്ന് നന്നായിട്ട് ചെറിയ തീരെ തട്ടിപ്പൊത്തിയൊക്കെ നമ്മളൊന്ന് ആക്കിയെടുക്കണം. നമ്മൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ അടി പിടിക്കാതെയൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോകേണ്ടവർക്കാണെങ്കിൽ പെട്ടെന്ന് ചോറിന് കൊടുത്തു വിടാൻ പറ്റി നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. എൻ്റെ ചേട്ടായിക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ചോറിനൊക്കെ ഞാൻ കൊടുത്തുവിടും. ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നല്ലൊരു അടിപൊളി വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.